ഹലോ ഗൈസ്, ഐ എം കാർത്തിക്. വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ്. അപ്പോൾ ഞാൻ വെരി ഹാപ്പിനെസ് ആണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വ്ലോഗ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കുറെ പേര് DM എന്ന് മെസ്സേജ് അയച്ചു, കമന്റ് ചെയ്തു. എല്ലാവരും അവരവരെ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. ആരും ഇതൊരു കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇനി അങ്ങോട്ട് വീഡിയോ ഇടാൻ വേണ്ടി കുറെ പേരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യത്തെ വ്ലോഗ് ഇട്ടപ്പോഴേ വളരെ നെഞ്ചു കത്തിയാണ് ഇട്ടത്. ഇനി എന്ത് ചെയ്യും, എല്ലാരും എന്തിനു പറയും, എന്തിനു നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ഇട്ടാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ വിചാരിച്ച്. പക്ഷെ അത് ഒന്നുമില്ല. എല്ലാവരും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇന്ന് വേറെ എന്തൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ 2 ഗസ്റ്റ് വരുന്നുണ്ട്. അവര് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഇനി കുറച്ച് കഴിഞ്ഞ് പോണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് റെഡി ആയിട്ട് വരാം. പെട്ടെന്ന് തന്നെ നമ്മൾ തലയിലെ മുഖത്തും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്ന് ചോദിച്ചാൽ പറയും കുളിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതൊന്നല്ല മാറ്റർ. അടുത്ത് റെഡി ആവണം. ഇന്ന് എന്തൊരു ഇട്ടുകൊണ്ട് പോകുന്ന വെച്ചാൽ ഒരു പിടുത്തമല്ല. എല്ലാം ഞാൻ കഴുകി അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഫാൻറ്റും ഒരു ഷർട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, പെരുത്തി ഇഷ്ടമായോ? അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ വലുതായിട്ട് ഗുണമൊന്നുമില്ല, മനസ്സിലായി. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ റെഡിയാക്കാൻ ആവണം. എല്ലാം കണ്ടിട്ട് ആരൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. വലിയ ഗുണമൊന്നുമില്ല എന്നെ കാണാൻ. പക്ഷേ ഒരു കാര്യം കാണിച്ചു തരാം. ഇതെൻ്റെ അനിയൻ കുട്ടനാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ രണ്ടുപേരെന്നെ ചോദിച്ച് പെണ്ണല്ലേ എന്ന്. പക്ഷെ പെണ്ണല്ല, ആണാണ്, ചെറുക്കൻ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല വെയിൽ, ഉച്ച വെയിലാണ് ഗുയിസ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്, കാറിലോ വണ്ടിയിലോ ഒന്നും അല്ല. എവിടെ നിന്ന് വെച്ചാൽ പുനലൂരെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ബസ്സിലാണ്. ടൈം എന്ന് വെച്ചാൽ എനിക്ക് അറിയത്ത പോലുമില്ല. ബസ്സിൽ പോയിട്ട് തന്നെ കുറേ നാളുകളായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തണം. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോവാം. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നു ഗൈസ്. സ്റ്റോപ്പിൽ നമ്മൾ എന്തായാലും അകത്തേക്ക് ഇരിക്കുന്ന പരിപാടിയില്ല. എന്തെങ്കിലും വണ്ടിയെ കണ്ടാൽ സ്വന്തം വിചാരിച്ച് അവിടെ പോയി ഇരുന്നോളും. കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി കണ്ട് മുടിയും കോതി അവിടെ ഇരുന്നോളും. ഇനി ബസ് വരുന്നേരം വെയിറ്റ് ചെയ്യുക. അങ്ങനെ ബസ്സും വന്ന് ഗൈസ്. ബസ്സിൽ കയറി അങ്ങ് ഇരുന്നിട്ടുണ്ട്. ഭയങ്കര ചൂട് കേട്ടോ. ബസ്സിൽ കയറിയപ്പോഴേ ഭയങ്കര ചൂട്. അങ്ങനെ രണ്ടാമത്തെ ബസ് കയറി ഗോയ്സ്. കയറിയോണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇത് പൊന്നൂർ പോയി നിൽക്കും. അവിടെ നിന്ന് രണ്ടുപേരെ പിക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ പൊന്നൂർ എത്തി ഗൈസ്. ഇനി അവരെ തേടി നടക്കണം. KSRTC ബസ് സ്റ്റോപ്പിലുണ്ടെന്ന് പറഞ്ഞ് കേട്ട് ഞാൻ അവിടെ പോയി അവരെ എടുക്കണം. അങ്ങനെ അവരെ എടുത്ത് അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. അവരെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അവരെടുത്ത് പറഞ്ഞതിന് എന്നെ വീഡിയോ അകത്തൊന്നും കാണിക്കല്ലേ, അവർ ഇൻട്രോട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അവരെ വീഡിയോ അകത്തൊന്നും കാണിച്ചില്ല. ഇനി വീട് എത്തിയിട്ട് കാണാം. അങ്ങനെ അച്ഛൻ പിക്ക് ചെയ്യാൻ വന്നു ഗൈസ്. ഇനി വീട്ടിലോട്ട് പോവാം. അങ്ങനെ അവസാനം വീടെത്തി. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. സോ സീ യു.